ഇന്ന് നമുക്ക് മലബാറിലെ സ്പെഷ്യലായിട്ടായ ഏലാഞ്ചി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഫില്ലിങ്ങിനായിട്ട് നമുക്ക് തേങ്ങ വേണമല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ തേങ്ങ ചിരകി എടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഫില്ലിങ് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് ബദാം വറുത്തെടുക്കുന്നുണ്ട് നെയ്യിൽ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. കൂടെ ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ചീകി വെച്ചിരിക്കുന്ന ശർക്കരയും ചേർത്തിട്ട് ശർക്കര തേങ്ങയിലേക്ക് യോജിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് മാവ് പ്രിപ്പയർ ചെയ്യാം. അതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ, ഒരു മുട്ട, പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നിറത്തിന് വേണ്ടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദോശയുടെ ആകൃതിയിൽ ചുട്ടെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ഓരോരോ ദോശയായിട്ട് ഇങ്ങനെ ചുട്ടെടുത്തോ മാറ്റി വയ്ക്കാം. ഇനി ഇതിൽ ഓരോന്നിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ചിട്ട് ഇതിൽ കാണുന്നത് പോലെ നമുക്ക് റോളാക്കി എടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഇതുപോലെ ബാക്കിയുള്ളത് കൂടി റോളാക്കി എടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ രുചിക്ക് ഒട്ടും കുറവില്ലാത്ത ഒരു പലഹാരമാണിത്.